ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന മൂവിയാണ് ഗദർ 2. അതിനു മുമ്പ് ഗദർ 1ലെ കുറച്ച് സ്റ്റോറി ഞാൻ പറയാം. ഇയർ 1947 ആണ് കാണിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ്റെ സെപ്പറേഷൻ്റെ സമയമാണ്. ഒരു കലാപം നടക്കുന്നു, കുറേ ആൾക്കാർ മരിക്കുന്നു. അവിടെ ഒരു പാകിസ്ഥാനി ഫാമിലിയും കാണിക്കുന്നുണ്ട്. അത് അഷ്റഫ് അലിയുടെ ഫാമിലിയാണ്. അവർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് എങ്ങനെയും ട്രെയിൻ കയറി പാകിസ്ഥാനിലേക്ക് പോകാനാണ് ശ്രമിക്കുന്നത്. അവിടെ കുറേ ആൾക്കാർ അറ്റാക്ക് ചെയ്യാനും വരുന്നുണ്ട്. അഷ്റഫ് അലിയും കൂടെയുള്ള ആ ഫാമിലിക്കും എല്ലാം ട്രെയിനിൽ കയറാൻ പറ്റുന്നു. പക്ഷേ അഷ്റഫ് അലിയുടെ മോൾക്ക് കയറാൻ പറ്റുന്നില്ല. മോളുടെ പേരാണ് സഫീന പ്ലാറ്റ്ഫോമിൽ പെട്ടുപോകുന്നു. അപ്പോഴാണ് അവിടെ താരാസിംഗ് വരുന്നത്. താരാസിംഗിന് സഫീനെ നേരത്തെ അറിയാം, കാരണം താരാസിംഗ് ഒരു ട്രക്ക് ഡ്രൈവറാണ്. അതിൻ്റെ കൂടെ തന്നെ സഫീന പഠിക്കുന്ന കോളേജിലേക്ക് ഫുഡ് സപ്ലൈ ഒക്കെ താരാസിംഗ് ആയിരുന്നു ചെയ്യുന്നത്. അവിടെ കുറേ ആൾക്കാർ സഫീനെ കൊല്ലാൻ വരുന്നു. താരാസിംഗ് അവരെല്ലാം തടയുന്നുണ്ട്. പിന്നെ വേറൊരു വഴിയില്ലാതെ താരാസിംഗ് സഫീനെ കല്യാണം കഴിക്കുന്നു. അവരെ കൊല്ലാൻ വന്ന ആൾക്കാർ ഒന്നും ചെയ്യാതെ തിരിച്ചു പോകുന്നു. കാരണം ഇതൊരു പാകിസ്ഥാനിയാണെന്ന് പറഞ്ഞാണ് കൊല്ലാൻ വന്നത്. പക്ഷേ താരാസിംഗ് കല്യാണം കഴിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ ഇതൊരു ഇന്ത്യൻ അല്ലേ എന്ന്. പിന്നെ അവർക്കൊരു മോൻ ജനിക്കുന്നു. മോൻ്റെ പേരാണ് ചരൺ. പിന്നെ വർഷങ്ങൾക്ക് ശേഷം സഫീനയുടെ അച്ഛനായ അഷ്റഫ് അലി ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാണ് അറിയുന്നത് അയാളുടെ മോള് ജീവനോടുണ്ട്, അവളുടെ കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞുമുണ്ടെന്ന്. പക്ഷേ അഷ്റഫ് അലി ചതിയിലൂടെ അയാളുടെ മോളെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞിട്ട് താരസിംഗും മോനും പാകിസ്ഥാനിൽ പോകുന്നുണ്ട്. സഫീനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് പോകുന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും പല രീതിയിലും അഷ്റഫ് അലി താരാസിംഗിനെ ഇൻസൾട്ട് ചെയ്യുന്നു, ഇന്ത്യയെപ്പറ്റി താഴ്ത്തി പറയുന്നു. പക്ഷേ അതിലൊന്നും താരാസിംഗ് ഒട്ടും പതറാതെ അവിടെ ഫൈറ്റ് ചെയ്ത് തിരിച്ച് സഫീനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. പിന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി സഫീനയുടെ അച്ഛനായ അഷ്റഫ് അലി ഇവരെ സഹായിക്കുന്നുണ്ട്. കാരണം അവസാനം ഇവരുടെ സ്നേഹം അയാൾക്ക് മനസ്സിലായി. പക്ഷേ അവിടുത്തെ പട്ടാളക്കാരാണ് ഇവരെ തടയുന്നത്. ആ സമയം താരാസിംഗ് അവിടെ ഒരു 40 പട്ടാളക്കാരെ കൊന്നിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്. അവരുടെ ജനറലായ ഇക്ബാലിന് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇക്ബാൽ സെപ്പറേഷൻ്റെ സമയം ബ്രിട്ടീഷ് ആർമിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇക്ബാലിൻ്റെ ഒരു മുസ്ലിം ഫാമിലി ആയിരുന്നു. ആ കലാപത്തിൽ ആ ഫാമിലി എല്ലാം ഇന്ത്യയിൽ മരിച്ചു പോകുന്നു. ഇക്ബാൽ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇന്ത്യക്കാരാണ് അവരുടെ ശത്രു, എൻ്റെ ഫാമിലിയെ കൊന്നത് ഹിന്ദുസാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെയും ഹിന്ദുസിനെയും ഇക്ബാലിന് കണ്ണെടുത്താൽ കണ്ടുകൂടാ. പിന്നെ ഇക്ബാൽ ഒരു വില്ലേജ് അറ്റാക്ക് ചെയ്ത് അവിടെയുള്ള ആൾക്കാരെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവരുടെ ഫ്രണ്ടിൽ ഖുറാനും ഭഗവത്ഗീതയും വെക്കുന്നു. എന്നിട്ട് ഇതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ആരൊക്കെ ഭഗവത്ഗീത സെലക്ട് ചെയ്യുന്നു അവരെ എല്ലാവരെയും വെട്ടിക്കൊല്ലുന്നു. പിന്നെ ഇക്ബാൽ നേരെ സീനിയർ ഓഫീസറിൻ്റെ അടുക്ക് ചെല്ലുന്നു. അന്നത്തെ ന്യൂസ് പേപ്പറുമായിട്ടാണ് പോകുന്നത്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട് നമുക്ക് അഷ്റഫ് അലിയെ തൂക്കിക്കൊല്ലണം. കാരണം താരാസിംഗിനെയും സഫീനെയും ഇവിടുന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത് അഷ്റഫ് അലിയാണ്. നമ്മൾ അയാളെ തൂക്കിൽ കൊന്നില്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ നമുക്കെതിരായിട്ട് തിരിയുമെന്ന്. അങ്ങനെ അഷ്റഫ് അലിയും തൂക്കിക്കൊല്ലുന്നുണ്ട്. ഇപ്പോഴേ ഇക്ബാലിന് ഒരു സമാധാനമില്ല. കാരണം താരാസിംഗും അവരുടെ ഫാമിലിയും ഇവിടെയുള്ള പട്ടാളക്കാരെ കൊന്നിട്ടാണ് പോയത്. എങ്ങനെയും അവരെ കൊല്ലണമെന്നാണ് വിചാരം. അങ്ങനെ നമ്മളെ പ്രസൻറ്റ് ടൈമാണ് കാണിക്കുന്നത്. 17 വർഷം കഴിയുന്നു. ഇപ്പോഴും താരാസിംഗ് ഒരു ട്രക്ക് ഡ്രൈവറാണ്. ഇപ്പോൾ താരാസിംഗിൻ്റെ ഫാമിലിയും ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. അവിടുത്തെ ആർമി ഓഫീസർ താരാസിംഗിനെ വിളിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് സമയം നടക്കാം, അപ്പം ഞങ്ങളുടെ വെപ്പൺസ് എല്ലാം അതാ സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ ട്രക്കൊക്കെ ഞങ്ങൾക്ക് ആവശ്യം വരും. അതുകൊണ്ട് ഏത് സമയം റെഡി ആയിരിക്കണമെന്ന്. പിന്നെ നമ്മളെ കാണിക്കുന്ന താരാസിംഗ് വീട്ടിലെത്തുന്നതാണ്. വീട്ടിൽ താരാസിംഗിൻ്റെ വൈഫായ സഫീനയുണ്ട്. പിന്നെ മോൻ ചരണിനെ കാണിക്കുന്നുണ്ട്. ചരൺ ഇപ്പോൾ കോളേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരാഴ്ചയായിട്ട് ചരൺ കോളേജിൽ പോകുന്നില്ല. ഒരു നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടി അവൻ ലീവ് എടുക്കുമായിരുന്നു. ഈ കാര്യം വീട്ടിലറിയുമ്പോഴത്തേക്കും താരാസിംഗ് അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. കാരണം താരാസിംഗ് ആഗ്രഹിക്കുന്നത് അവൻ പഠിച്ചൊരു ആർമി ഓഫീസർ ആകണമെന്നാണ്. പക്ഷേ ചരൻ്റെ ആഗ്രഹം ഒരു ഫിലിം സ്റ്റാർ ആകാനാണ്. ഈ കാര്യം പറഞ്ഞ് താരാസിംഗും മോനും തമ്മിൽ എപ്പോഴും വഴക്കാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും താരാസിംഗിന് അവൻ്റെ മോൻ ജീവനാണ്. പിന്നെ ഒരു ദിവസം രാത്രി അവിടെയുള്ള ആർമി ഓഫീസർ താരാസിംഗിനെ വിളിക്കുന്നു. പറയുന്നു അടുത്തുള്ള വില്ലേജിൽ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്തു, നമ്മുടെ പട്ടാളക്കാർ അവിടെ ഉണ്ട്, അവർക്ക് ആവശ്യമുള്ള ആമോ കയ്യിലില്ല, അതുകൊണ്ട് തന്നെ ട്രക്കുമായിട്ട് വന്ന് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കുറച്ച് സപ്ലൈ അവിടെ എത്തിക്കണമെന്ന്. താരാസിംഗ് ട്രക്കൊക്കെ ആയിട്ട് അവിടെ ചെല്ലുന്നു. ഒരു മലമുകളിലാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ പട്ടാളക്കാരെ പാകിസ്ഥാൻകാർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താരാസിംഗും അവരെ സഹായിക്കുന്നു. അങ്ങനെ ആ പാകിസ്ഥാൻ പട്ടാളക്കാരോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇക്ബാൽ താരാസിംഗിനെ കാണുന്നത്. കുറേ വർഷം കഴിഞ്ഞാണ് ഇപ്പോൾ താരാസിംഗിനെ കാണുന്നത്. എങ്ങനെയും താരാസിംഗിനെ പിടിക്കണമെന്നാണ് ഇക്ബാലിൻ്റെ മനസ്സിൽ. ആ സമയം ഇക്ബാൽ ഒരു പ്ലാൻ റെഡിയാക്കുന്നു. പാകിസ്ഥാൻ പട്ടാളക്കാരോട് പിന്മാറാൻ പറയുന്നു. അപ്പോഴാണ് ഇന്ത്യക്കാരും ആ ട്രക്ക് ഡ്രൈവറും ഇവരെ ഫോളോ ചെയ്ത് അറിയാതെ ഇവർ പാകിസ്ഥാൻ്റെ ബോർഡർ കടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവിടെ പതുങ്ങിയിരുന്ന പാകിസ്ഥാൻ ആർമി റോക്കറ്റ് ലോഞ്ചർ യൂസ് ചെയ്ത് ഇവരെ അറ്റാക്ക് ചെയ്യുന്നു. അവിടെ വലിയൊരു ബ്ലാസ്റ്റ് നടക്കുന്നുണ്ട്. പിന്നെ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും അവിടെ മരിച്ച ആൾക്കാരെയും പരിക്ക് പറ്റിയ ആൾക്കാരെയൊക്കെ ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴും താരാസിംഗിനെ പറ്റി ഒരു വിവരവും ഇല്ല. സഫീനയ്ക്ക് ടെൻഷൻ ആകുന്നുണ്ട്. അവിടെയുള്ള ആർമി ഓഫീസറിനോട് സംസാരിക്കുന്നു. പക്ഷേ അവർക്കും ഒരു ഇൻഫർമേഷനും ഇല്ല. അങ്ങനെ ഇവർ മിനിസ്റ്റർ വരെ പോകുന്നുണ്ട്. അപ്പോഴാണ് അറിയുന്നത് പാകിസ്ഥാൻ 3 ട്രക്ക് ഡ്രൈവറെയും 5 പട്ടാളക്കാരെയും പിടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അവരത് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടേ ഇല്ല എന്നാണ് പാകിസ്ഥാൻ പറയുന്നതെന്ന്. ഇതൊക്കെ അറിയുമ്പോഴത്തേക്കും സഫീനയുടെ ഹെൽത്ത് ഭയങ്കരമായിട്ട് മോശമാകുന്നു. ചരൻ്റെ അമ്മയുടെ ഈ സങ്കടം അവന് കണ്ടു നിൽക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ അവൻ തീരുമാനിക്കുന്നത് അവൻ പാകിസ്ഥാനിൽ പോയി താരാസിംഗിനെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ്. അവൻ്റെ അമ്മയ്ക്ക് എന്നും പാകിസ്ഥാനിൽ നിന്ന് അവരുടെ അങ്കിൾ ലെറ്റർ അയക്കുമായിരുന്നു. അതിലുള്ള അഡ്രസ്സിലേക്ക് പോകാനാണ് തീരുമാനിക്കുന്നത്. ആദ്യം തന്നെ താരാസിംഗ് മേടിച്ചു കൊടുത്ത ബുള്ളറ്റ് അവൻ വിൽക്കുന്നു.
അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഫേക്ക് പാസ്പോർട്ടും വിസയും റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ ചരൺ പാകിസ്ഥാനിലെത്തുന്നു. പാകിസ്ഥാനിലെത്തി കഴിഞ്ഞിട്ട് വെരിഫിക്കേഷൻ നടക്കുന്ന സ്ഥലമാണ് കാണിക്കുന്നത്. അവിടെ കുറേ ആൾക്കാർ നിൽപ്പുണ്ട്. അവരോടൊക്കെ ഇന്ത്യയെപ്പറ്റി ചോദിക്കുന്നു. ഇന്ത്യയെപ്പറ്റി നല്ലത് പറയുന്നവരെയൊക്കെ പാകിസ്ഥാൻ പട്ടാളക്കാർ തല്ലുന്നുണ്ട്. പിന്നെ ചരണും അവിടെ വന്ന് എങ്ങനെയൊക്കെയോ വെരിഫിക്കേഷൻ ക്ലിയർ ചെയ്ത് പാകിസ്ഥാനിലേക്ക് എൻട്രി ചെയ്യുന്നു. അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു ISI ഏജൻറ്റ് അവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അയാളെ കാണുമ്പോൾ തന്നെ ചരൺ അവിടെ നിന്ന് എസ്കേപ്പായി പോകുന്നുണ്ട്. പിന്നെ ISI ഏജൻറ്റ് വെരിഫിക്കേഷൻ സെക്ഷനിൽ പോയിട്ട് ചരൻ്റെ ഫോട്ടോ പ്രിൻ്റ് എടുപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചരൺ അവൻ്റെ അങ്കിളിൻ്റെ വീട്ടിലെത്തുന്നു. അങ്കിൾ പറയുന്നു, നീ അറിഞ്ഞ എല്ലാം സത്യമാണ്, പക്ഷേ ആ ജയിലിനകത്ത് കയറാൻ ആർക്കും കഴിയില്ല, പുറത്തേക്ക് വരാനും കഴിയില്ല. പക്ഷേ ചരൺ അങ്ങനെ തോൽവി സമ്മതിക്കാനല്ല വന്നത്. ചരൺ ആ ജയിലിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് എടുക്കുന്നു, എല്ലാം പ്ലാൻ ചെയ്യുന്നു. ഇനിയിപ്പോൾ അകത്ത് കയറണം. അവൻ്റെ അങ്കിൾ പറയുന്നത് അകത്ത് കയറണമെങ്കിൽ ജയിലിലേക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്നത് ഇവിടെ ഒരു വീട്ടിൽ നിന്നാണ്, എങ്ങനെയാലും നീ അവിടെ കയറി പറ്റിയാൽ നിനക്ക് ആ ജയിലിനകത്ത് കയറാൻ പറ്റുമെന്ന്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ലെറ്റർ എഴുതി വീട്ടിലേക്ക് അയക്കുന്നുണ്ട് ചരൺ. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ചരൺ വേഷം മാറി ഒരു വീട്ടിലെത്തുന്നു. ആ വീട്ടിൽ നിന്നാണ് ഫുഡ് സപ്ലൈ ചെയ്യുന്ന ജയിലിലേക്ക് അറിയപ്പെടുന്ന കുടുംബമാണ്. അവിടുത്തെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കി നടത്തുന്നത് മുസ്കാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ചരൺ ഒരു കുക്കാന്നുള്ള രീതിയിലാണ് അവിടെ കയറി പറ്റുന്നത്. അങ്ങനെ കുറേ ദിവസം കഴിയുന്നു. അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും ചരണിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചരണിൻ്റെ ഫോട്ടോ അവിടെ വരുന്നുണ്ട്. വാണ്ടഡ് എന്നൊക്കെ എഴുതിയിട്ടാണ് വരുന്നത്. അത് ചരൺ ആരും കാണാതെ കത്തിച്ച് കളയുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ ഈദാണ്. അപ്പോൾ കൂടുതൽ ഫുഡ് ജയിലിലേക്ക് പോകും. അപ്പോൾ കുറച്ച് ആൾക്കാരെയും വേണം. ചരൺ പറയുന്നു അവനൊരു കഥ എഴുതുന്നുണ്ട്. അപ്പോൾ അതിലൊരു ജയിലിൻ്റെ സീനുമുണ്ട്. ജയിൽ നേരിട്ട് കണ്ടാൽ എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും, അതുകൊണ്ട് ഞാനും കൂടെ വന്നോട്ടെ എന്ന് ചോദിക്കുന്നു. അവരത് സമ്മതിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ ചരണും അവൻ്റെ അങ്കിളും സംസാരിക്കുന്ന എല്ലാ കാര്യവും മുസ്കാൻ കേൾക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും മുസ്കാന് സങ്കടം വരുന്നു. മുസ്കാന് മനസ്സിലായി ഇവൻ ഈ പാകിസ്ഥാനി അല്ല, ഇന്ത്യൻ ആണെന്നൊക്കെ. എന്നിട്ടും മുസ്കാൻ ഇത് ആരോടും പറയുന്നില്ല. കാരണം ചരൺ ഇവിടെ വന്നേക്കുന്നത് അവൻ്റെ അച്ഛനെ രക്ഷിക്കാനാണ്. പിന്നെ മുസ്കാന് ചരണിനെ ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ അടുത്ത ദിവസം അവൻ പാകിസ്ഥാൻ ജയിലിലെത്തുന്നു. അവിടെയുള്ള ആൾക്കാർക്കെല്ലാം ഫുഡ് കൊടുക്കുന്നുണ്ട്. ചരൺ ഇപ്പോഴും താരാസിങ്ങിനെയാണ് തിരക്കുന്നത്. അവിടെയൊക്കെ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോഴാണ് കുറേ ഇന്ത്യൻ തടവുകാരെ പുറത്തിറക്കുന്നത്. ആ ഗ്രൂപ്പിനും ഇവരില്ല. ഇവിടെ ഇക്ബാലിനോടൊരു പട്ടാളക്കാരൻ വന്ന് പറയുന്നുണ്ട്, ആ ട്രക്ക് ഡ്രൈവർ ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത് നമ്മളോട്, അതുകൊണ്ട് തന്നെ അയാളെ പുറത്തിറക്കുന്നില്ല എന്ന്. ഇതൊക്കെ ചരൺ കേൾക്കുന്നുണ്ട്. അപ്പോൾ ചരണിന് മനസ്സിലായി താരാസിംഗ് ഈ ജയിലിൽ തന്നെയാണ് ഉള്ളതെന്ന്. രാത്രിയാകുമ്പോഴത്തേക്ക് ചരൺ ഈ ജയിൽ ചാടി ഉള്ളിലേക്ക് കയറുന്നു. അവിടെയുള്ള ഒരു സെല്ലിൽ പോയി നോക്കുമ്പോൾ അവിടെ താരാസിംഗ് അല്ല, വേറൊരു ട്രക്ക് ഡ്രൈവറാണുള്ളത്. അപ്പോഴാണ് ആ ട്രക്ക് ഡ്രൈവർ സത്യം പറയുന്നത്. അന്ന് ആ ബ്ലാസ്റ്റ് നടക്കുമ്പോഴത്തേക്കും താരാസിംഗ് അടുത്തുള്ള ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് വീണത്, അവനെപ്പറ്റി വേറൊരു വിവരവും ഇല്ലയെന്ന്. ഇവിടെ ഈ സീൻ കട്ടാകുന്നു. പിന്നെ സഫീനയാണ് കാണിക്കുന്നത്. സഫീനയുടെ മുന്നിൽ താരാസിംഗ് വന്ന് നിൽക്കുന്നു. ഇത്രയും നാൾ താരാസിംഗ് കോമയിലായിരുന്നു. മോൻ പാകിസ്ഥാനിലേക്ക് പോയെന്നറിയുമ്പോഴത്തേക്കും താരാസിംഗിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് താരാസിംഗും പാകിസ്ഥാനിലേക്ക് പോകുന്നു. പാകിസ്ഥാനിൽ നേരെ ചെല്ലുന്നത് സഫീനയുടെ അങ്കിളിൻ്റെ വീട്ടിലാണ്. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അയാൾ അവിടെ ഇല്ല. അവിടുത്തെ പോലീസുകാർ അയാളെ തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അയാളൊരു ഇന്ത്യനെയാണ് സഹായിച്ചത്, അതുകൊണ്ട് ഇനിയിപ്പോൾ അവർ കുടുംബത്തേക്ക് ഇനി വരില്ല. അയാൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലീസുകാർ അയാളെ കൊന്നുകളയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴാണ് ഒരാൾ അവിടെ വന്നിട്ട് താരാസിംഗിനെ അയാളുടെ അങ്കിളിൻ്റെ അടുക്കെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ആ അങ്കിൾ അവിടെ നടന്ന എല്ലാ കാര്യവും താരാസിംഗിനോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചരണിനെ കാണിക്കുന്നു. ജയിലിൽ വെച്ച് ചരണിനെ ഇക്ബാൽ വന്ന് പിടിക്കുന്നുണ്ട്. കാരണം ചരൺ പാകിസ്ഥാനിൽ വന്നപ്പോൾ തൊട്ട് ഇക്ബാൽ അവനെ ഫോളോ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടായിരുന്നു. നിൻ്റെ അച്ഛൻ ഇവിടെ ഇല്ല, ഇനിയിപ്പോൾ നീ ഇവിടെ ഉണ്ടല്ലോ, നിൻ്റെ അച്ഛൻ ഇവിടെ വരും, അപ്പോൾ അവനെയും നിന്നെയും ഞാൻ കൊല്ലുമെന്നാണ് ഇക്ബാൽ പറയുന്നത്. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ചരണിനെ അവിടെയുള്ള ആൾക്കാരുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നു. എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ച് ചരണിനെ തൂക്കിക്കൊല്ലാനാണ് അവർ പ്ലാൻ ചെയ്തേക്കുന്നത്. ഒരാൾ മൈക്കിൽ കൂടെ പറയുന്നുണ്ട്, ചരൺ ഇവിടെയുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു, ഈ പേപ്പറിൽ സൈൻ ഇട്ടേക്കുന്ന കണ്ടോ എന്നൊക്കെ. സത്യത്തിൽ ഇക്ബാൽ പോയി മുസ്കാനെയും മുസ്കാൻ്റെ ഫാമിലിയെയും ഭീഷണിപ്പെടുത്തിയാണ് ആ പേപ്പറിൽ സൈൻ മേടിച്ചേക്കുന്നത്. ആ സമയം അവിടെ താരാസിംഗ് വരുന്നു. താരാസിംഗ് വന്ന് ഇവരോട് എതിർത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് താരാസിംഗിൻ്റെ കൂടെ വന്ന ആൾക്കാർ അവിടെ ബോംബ് ബ്ലാസ്റ്റ് നടത്തുന്നത്. ആ സൗണ്ട് കേട്ട് അവിടെയുള്ള ജനങ്ങളെല്ലാം പേടിച്ചോടുന്നു. താരാസിംഗ് ചരണിനെ അവിടുന്ന് രക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇക്ബാൽ വീണ്ടും ചരണിനെ പിടിക്കുന്നു. പിന്നെ ഇക്ബാലിൻ്റെ മോൻ എങ്ങനെയൊക്കെയോ താരാസിംഗിൻ്റെ കയ്യിൽ വന്ന് പെടുന്നുണ്ട്. ആ സമയം താരാസിംഗ് പറയുന്നു, നീ എൻ്റെ മോനെ വിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പം നിൻ്റെ മോനെ കൊല്ലുമെന്ന്. അങ്ങനെ ഇക്ബാൽ പേടിച്ചു പോകുന്നു. ചരണിനെ താരാസിംഗിന് വിട്ടുകൊടുക്കുന്നുണ്ട്. താരാസിംഗ് ചരണുമായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു. പിന്നെ ഒരു ആർമിയിൽ നടക്കുന്ന പാർട്ടിയാണ് കാണിക്കുന്നത്. അവിടെ ഇക്ബാൽ വരുമ്പോഴത്തേക്കും സീനിയർ ഓഫീസർ എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ച് ഇക്ബാലിനെ നാണം കെടുത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, 24 മണിക്കൂറിനുള്ളിൽ താരാസിംഗിനെ പിടിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ തൂക്കിക്കൊല്ലുമെന്ന്. പിന്നെ ചരണയും താരാസിംഗിനെയാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരെ ഇപ്പോഴും പട്ടാളക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു റോക്കറ്റ് ലോഞ്ചർ വെച്ച് അറ്റാക്ക് ചെയ്യുന്നു. ആ ഒരു അറ്റാക്കിൽ അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയി പോകുന്നുണ്ട്. ചരൺ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി പാകിസ്ഥാനിലുള്ള ഒരു വീട്ടിലേക്ക് ഓടിക്കയറുന്നു. അവിടെയുള്ള ലേഡി ചരണിനോട് നല്ലപോലെയാണ് സംസാരിക്കുന്നത്. ഇരുന്നെന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ പറയുന്നു. പക്ഷേ ചരണിന് പേടിയാണ്. പിന്നെയാണ് ചരണിന് മനസ്സിലാകുന്നത് പാകിസ്ഥാനിലുള്ള എല്ലാ ആൾക്കാരും ഒരുപോലെ അല്ല എന്ന്.
ചരൺ അവിടുന്ന് ആവശ്യമുള്ള ഫുഡ് മാത്രം എടുക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങുന്നുണ്ട്. ചരൺ പറയുന്നത് ഞാൻ കാരണം നിങ്ങൾക്ക് ഇനി വേറെ പ്രശ്നമൊന്നും ഉണ്ടാവരുതെന്നാണ്. പിന്നെ അവർ രണ്ടുപേരും വീണ്ടും കണ്ടുമുട്ടുന്നുണ്ട്. ഇവരെ രണ്ടുപേരെയും മുസ്കാൻ്റെ ഫാമിലിയാണ് സഹായിക്കുന്നത്. ഫാമിലി പറയുന്നു ഞങ്ങൾക്ക് ഇവിടെ ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ വഴി അറിയാം, അവിടെ ഞങ്ങൾ കൊണ്ടുപോയി വിടാം, പക്ഷേ എൻ്റെ മോളെ നിങ്ങൾ കൂടെ കൊണ്ടുപോകണമെന്ന്. അങ്ങനെ താരസിംഗ് അവരുടെ മോളെയും കൂടെ കൊണ്ടുപോകാൻ സമ്മതിക്കുന്നു. അങ്ങനെ മുസ്കാനും ഇവർ 3 പേരും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ ഇക്ബാൽ ഹെലികോപ്റ്ററിൽ വരുന്നത്. കീഴടങ്ങിയില്ലെങ്കിൽ കയ്യിലുള്ള 3 പട്ടാളക്കാരെ ഞാൻ ഹെലികോപ്റ്ററിൽ നിന്ന് താഴെ എറിയുമെന്ന് പറയുന്നു. ആ സമയം അവരുടെ കൂടെ മുസ്കാൻ്റെ ചേട്ടനും ഉണ്ടായിരുന്നു. ചേട്ടനെയാണ് ആദ്യം ഹെലികോപ്റ്ററിൽ നിന്ന് താഴെ എറിയുന്നത്. അങ്ങനെ താരസിംഗ് വേറൊരു വഴിയില്ലാതെ അവരുടെ ഫ്രണ്ടിൽ സറണ്ടർ ചെയ്യുന്നു. പിന്നെ കാണിക്കുന്നത് ഇവരെ 3 പേരെയും ഇന്ത്യ പാകിസ്ഥാൻ്റെ ബോർഡറിൻ്റെ അടുത്തായിട്ട് കെട്ടിയിട്ടേക്കുന്നതാണ്. ഇക്ബാൽ താരസിംഗിനോട് പറയുന്നു ഇന്ത്യയെ താഴ്ത്തി പറ, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ മോനെ കൊല്ലുമെന്ന്. അപ്പോൾ താരസിംഗ് പറയുന്നത് ഞാൻ പറയാം, ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് സത്യമാകണമെന്നുണ്ടോ, ഞങ്ങളുടെ ഇന്ത്യയും ഇന്ത്യയുടെ ഫ്ലാഗും എപ്പോഴും നിങ്ങളെക്കാട്ടിലും മുകളിലായിരിക്കുമെന്ന്. അങ്ങനെ വീണ്ടും അവിടെ ഒരു ഫൈറ്റ് സീനാണ്. അങ്ങനെ അവസാനം ഇവർ 3 പേരും ഒരു ടാങ്കിൽ കയറി അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പാകിസ്ഥാൻ്റെ ആർമി ഇക്ബാലും ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയൊരു ചേസ് സീനാണ് കാണിക്കുന്നത്. അങ്ങനെ ചേസ് ചെയ്ത് ഇക്ബാൽ അറിയാതെ ഇന്ത്യയുടെ ബോർഡർ കടന്ന് ഇന്ത്യയുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. പക്ഷേ അതൊന്നും അവർ അറിയുന്നില്ല. അവസാനം ടാങ്ക് അവിടെ നിർത്തുന്നു. പിന്നാണ് ഇക്ബാലിന് മനസ്സിലായത് അവനിപ്പം നിൽക്കുന്നത് ഇന്ത്യയിലാണെന്ന്. ആ സമയം അവിടെ ഇന്ത്യൻ പട്ടാളക്കാർ വരുന്നുണ്ട്. അവരെ കാണുമ്പോൾ തന്നെ പാകിസ്ഥാൻ പട്ടാളക്കാർ സ്വന്തം തോക്കുകൾ താഴെ ഇടുന്നു. അങ്ങനെ താരാസിംഗ് മുസ്കാനെയും ചരണിനെയും ഇക്ബാലിൻ്റെ ഫ്രണ്ടിൽ നിർത്തുന്നു. എന്നിട്ട് പറയുന്നു ഒരിടത്ത് ഭഗവത്ഗീതയുണ്ട്, ഒരിടത്ത് ഖുറാനുണ്ട്, നീ ആരെ സെലക്ട് ചെയ്യുമെന്ന്. അവിടെ ഇക്ബാൽ പറയുന്നത് ഞാൻ ഭഗവത്ഗീത സെലക്ട് ചെയ്യുമെന്നാണ്. കാരണം ഇക്ബാൽ വിചാരിച്ചത് ഖുറാൻ സെലക്ട് ചെയ്താൽ താരാസിംഗ് അയാളെ കൊല്ലുമെന്ന്. താരാസിംഗ് പറയുന്നു നിനക്കെന്താ രണ്ടുപേരെ ഒരുപോലെ അക്സെപ്റ്റ് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അങ്ങനെ ഇക്ബാലിനെ അവിടെ വിട്ടിട്ട് താരാസിംഗ് സ്വന്തം മോനെയും മുസ്കാനുമായിട്ട് അവിടുന്ന് തിരിഞ്ഞു പോകുന്നു. താഴെ കിടക്കുന്ന തോക്കെടുത്ത് ഇക്ബാൽ ഇവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയം തന്നെ ഇന്ത്യൻ പട്ടാളക്കാർ അവരെ ഷൂട്ട് ചെയ്യുന്നു. ആ സമയം പാകിസ്ഥാൻ പട്ടാളക്കാരും ഗണ്ണെടുത്ത് ഇക്ബാലിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ മൂവി തീരുന്നു. താരസിംഗും ഫാമിലി പിന്നെ ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതുപോലുള്ള മൂവി എക്സ്പ്ലനേഷൻ കാണാൻ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.